എടാ മോനെ, നിന്റെ ഈ സംശയം എന്നിലുമുണ്ട്. അന്ന് തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് കണ്ണനോടൊപ്പമാണ് മേഘൻ പുറത്തേക്ക് പോയത്. അതിനുശേഷം അവിടെ എന്താ നടന്നെന്ന് നമുക്കാർക്കും അറിയില്ല. അറിയാവുന്നത് കണ്ണനും മാർക്കോയ്ക്കും പിന്നെ മേഘനും മാത്രമാണ്. മേഘനാണെങ്കിൽ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ കണ്ണൻ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ ഗതികേട്. കരുണയ്ക്കോ അമ്മയ്ക്കോ ഒക്കെ കണ്ണേട്ടനിപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ എവിടെയോ എന്തോ കുഴപ്പമുണ്ടോ അമ്മാവ? എടാ മോനെ, നിനക്കിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു ജോലിയായിട്ടെടുത്തു. നിന്റെ ഉള്ളിലൊരു കരട് വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുന്നത് വരെ നീ കണ്ണൻ്റെ പിന്നാലെ പോകണം. പിന്നെ ഒരു കാര്യം നിനക്കും എനിക്കൊക്കെ ഉറപ്പാണല്ലോ, മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് കണ്ണൻ്റെ കുഞ്ഞല്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ കണ്ണന് മഹാലക്ഷ്മിയെ സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിന് മറ്റൊരു വശമുണ്ട്. കണ്ണൻ അറിഞ്ഞിട്ടാണ് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായെങ്കിൽ നിന്റെ സംശയത്തിന് പ്രസക്തി ഉണ്ട് മോനെ. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. മഞ്ജു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മ മഞ്ജുനോട് ചെയ്തൊക്കെ കണ്ണേട്ടനും ലക്ഷ്മിക്കും അറിയാം. അതുകൊണ്ട് എൻ്റെ തറവാട്ടിലെ ലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ കാര്യം സുരക്ഷിതമല്ലാതെ കരുതിയിട്ടാണ് അവളെ അനന്തുൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതെങ്കിലോ? അതാടാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോ നമുക്ക് തോന്നിയ സംശയങ്ങളാ. അതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നീ കുറച്ച് യാത്ര ചെയ്തേ പറ്റൂ. യാത്ര തുടങ്ങി കഴിഞ്ഞു അമ്മാവ. ഇങ്ങനൊരു സംശയം ഉള്ളി വെച്ചുകൊണ്ട് നടന്നാ ശരിക്കും ഉറക്കം പോലും കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഊഹം ശരിയായാലും തെറ്റായാലും ശരി, എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണം. ആ ഉത്തരം ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാതിരിക്കട്ടെ എന്നാ എൻ്റെ പ്രാർത്ഥന. അതെ, ഇവിടെ ഇങ്ങനെ ഏത് നേരവും എൻ്റെ കാർ വരുന്നതും പോകുന്നതും അപകടമാണ്. അതുകൊണ്ട് കാർ അങ്ങ് ദൂരെ ഇട്ടാൽ മതി. പിന്നെ ആ വീൽ ചെയറിങ് എടുക്ക. ശരി, അതിനകത്തിരുന്ന് തന്നെ പോവാം ഇപ്പോൾ. ഓ ആയിക്കോട്ടെ. എന്തായാലും ഒരു നാടകം ആടി തീർക്കുകയാണല്ലോ. ഇനി അത് ഭംഗിയായിട്ടങ്ങ് അവസാനിക്കുന്നത് നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് അബദ്ധം പറ്റണ്ട. നീ എത്തിയോടാ?